അല്ല ഇനിയിപ്പോ എവിടുക്കാണാവോ? ഞാൻ റേഷൻ കട പോകണ്ട, അരി മേടിച്ചില്ല, അരി കഴിഞ്ഞിക്കണേ. തന്നെ അപ്പൊ എനിക്ക് രാവിലെ പണിക്ക് പോകുമ്പോൾ ഈ റേഷൻ കടത്തെ അരിയെ പറ്റുള്ളൂ. മറ്റേ അരി ഉണ്ട്, അത് വേവാൻ കുറെ സമയം പിടിക്കും. ശരി. ഒന്ന് അരി മേടിക്കാൻ തീരുമാനിച്ചല്ലേ? അല്ല അരി വേണമല്ലോ. പിന്നെ ഇന്ന് പണിക്ക് പോയില്ലേ? ഇന്ന് അതാണ് ചെങ്ങല്. ഇന്ന് പണിക്ക് പോകുമ്പോളേ ആ തേങ്ങ ചെങ്ങയറിനെ ഇന്നലെ ഉമ്മാനോട് വന്ന് വൈകിട്ട് ഇന്ന് തേങ്ങടാൻ വരാറ്. അപ്പൊ ഉമ്മ പറഞ്ഞു ഇന്ന് തേങ്ങടാന് ആള് വരും, ഇജ്ജ് വരല്ലേ നടക്കൂല, ഇജ്ജ് ഒന്ന് പണിക്ക് പോവാല് കായിട്ടും. പക്ഷെ എന്താ ചെയ്യാ വെച്ച് തേങ്ങ അതിന്റെ വിറ്റന്ന് ഇട്ടൂടാ. അതന്നെ ഇപ്പൊ പറഞ്ഞിട്ട് ഇന്ന് വരുന്ന പറഞ്ഞത്. എന്നിട്ട് അങ്ങനെ ഞാൻ എന്റെ പണിക്കാരനെ വിളിച്ചു. അപ്പൊ ഓൻ പറഞ്ഞു ഇന്ന് വരണ്ടടാ, ഇവിടെ മണ്ണിറങ്ങിട്ടില്ല. അപ്പൊ ഭാഗ്യായില്ലേ, നാളെ എടുക്കാലോ. ശരിയാ. അപ്പൊ അതിനോട് അറിയാം. അപ്പം ഉമ്മ ഇന്നാ തേങ്ങ വിറ്റോ, തേങ്ങ കൊണ്ടുപോയി വിൽക്കും ചെയ്യാം, കുറച്ചിവിടെ അരക്കാൻ എടുക്കും ചെയ്യല്ലേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് തെരഞ്ഞു പിടിച്ചപ്പോൾ തേങ്ങയുടെ ആള് വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അപ്പൊ എന്നോട് എവിടെ തേങ്ങ ആണ്, ആ തെങ്ങ് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് ആ തെങ്ങ് കാണിച്ചു എന്നോട് കളിച്ച് കളിയാക്കുകയാണ്. തേങ്ങ വേണ്ടേ? തേങ്ങ വേണ്ടേ? അവൻ പറയും നിങ്ങൾ എന്തായാലും വന്നതല്ലേ, ഇങ്ങനെയുള്ള തേങ്ങ ഒക്കെ ഇട്ടോളിയായിരുന്നു. അപ്പൊ അയാൾ തെങ്ങ് കയറി എന്നോട് പറഞ്ഞു, ഏടാ ഉള്ളതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലേ അതൊക്കെ ഇളനീരും കഴിക്കും വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നാളേക്ക് ഉണ്ടാവൂല, ഞാൻ അങ്ങനെ എന്നോട് പറയാം. 5 തെങ്ങുമ്പോ കയറി 200 രൂപ കൊടുത്തു. ഇവർക്ക് തെങ്ങി 40 രൂപ, ചിലടത്ത് 50 ഉണ്ടല്ലേ. എന്നിട്ട് ഞാൻ എന്നോട് പറയാം തേങ്ങ ഒക്കെ പോക്കി കൊടുക്കുമ്പോ 20 തേങ്ങ, ആകെ 20 തേങ്ങ 200 രൂപയും കൊടുത്തില്ലേ. ഇന്നത്തെ പണിയും പോയില്ലേ, ഇല്ലായിട്ടാണ്. 2 തേങ്ങ പെങ്ങൾക്ക് കൊടുക്കും, ഒരു 3 തേങ്ങ 2 തേങ്ങ വേറെ പെങ്ങൾക്ക്, 2 തേങ്ങ വേറെ പെങ്ങൾക്ക്, എല്ലാവർക്കും കൊടുക്കണം. അങ്ങനെ 6 തേങ്ങ പോയില്ലേ. ബാക്കി എത്ര തേങ്ങ ഉണ്ട്? 14 തേങ്ങ. അത് ഉമ്മ പറഞ്ഞവന് പൊളിച്ചു കൊണ്ടുകൊടുക്കുക ചെയ്യേണ്ടത് നമുക്ക് അരക്കാൻ. അത് അരക്കാൻ എടുത്തോ കുഞ്ഞാപ്പോ? അല്ല അനീഫ, ഇതിന്റെ കഥാപാത്രം പറയാ. അങ്ങനെ വരികയാണ്. എന്നോട് പറയുമ്പോ ആരെന്ത് പറയുമ്പോ എന്റെ പേര് അനീഫാന്ന് അറിയുന്നില്ല, കുഞ്ഞാപ്പൂ എന്നാണ് വരുന്നത്. ആ പോട്ടെ, അറിയാതെ പറഞ്ഞു പോയതാ. അപ്പൊ ഞാൻ ആ തേങ്ങ അവിടെ ഉണ്ട്, അപ്പൊ കൊടുക്കുന്നില്ല. ഞാൻ പൊളിച്ചിട്ട് എന്താണ് എടുത്ത് വെച്ചിട്ട് തേങ്ങ നമുക്ക് കറിക്കൊന്നും എടുക്കാലോ. ശരി. അപ്പൊ റേഷൻ കട പോവാച്ചിട്ടാണ്, അരിയില്ലല്ലോ. അപ്പൊ ഇന്ന് ലീവ് എടുത്തത് വെറുതെ ആയി. ഇന്ന് ലീവ് എടുത്ത ഓൾറെഡി അവിടെ പണിയില്ല. പണി ഉണ്ടെങ്കിൽ കുടുങ്ങിയിരുന്നു. ശരി. അപ്പൊ എന്തായാലും ഉമ്മ അറിഞ്ഞി എന്താടാ തേങ്ങ വിൽക്കാനും ഒക്കെ കിട്ടിക്കണോ? ഞാൻ മട അറിഞ്ഞൊന്നും കിട്ടിയില്ല. കാണിച്ചു കൊടുത്തൂടെ? നമുക്ക് കണ്ണ് കുറച്ച് കുറവാണ്, അപ്പൊ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി, അപ്പൊ മനസ്സിലാക്കി കൊടുത്ത്. അപ്പൊ ഉമ്മ അയ്യത്തടാന്നായി. ഉമ്മ അറിഞ്ഞ് കുറച്ച് വാളും ഇതൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഭക്ഷണം ഇട്ടുണ്ടെങ്കിൽ പിടിക്കുന്നു. തെങ്ങിന് അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. ഇങ്ങോട്ട് തന്നെ കിട്ടണിച്ചിട്ട് നടന്നാ കിട്ടൂല, അങ്ങോട്ടും കൊടുക്കണം. അതാ ഈ പുളിയിലെ ഇലൊക്കെ തിന്നണ അനീഫ ജി. ഞാൻ വെറുതെ തിന്നോക്കിയാണ് ഭയങ്കര പുളി. ഇന്ന് രാവിലെ എവിടെയാണ്? രാവിലെ തേങ്ങ ഇട്ടത്. അപ്പൊ അന്നെ ഇവിടെ കണ്ടില്ലല്ലോ. ഞാൻ ഇവിടെ പോകുമ്പോ നോക്കി. ആ റോട്ടും കൂടെ പോകുമ്പോ ഞാൻ ഇവിടുന്ന് എങ്ങനെ കാണാം, കാരണം അങ്ങോട്ട് പോകുമ്പോ 2-3 വീട് ഇപ്പൊ ഇവിടെ പൊന്നിട്ടുണ്ട്. പണ്ട് നമ്മള് പെരയുന്നില്ലെങ്കിൽ റോഡ് അല്ല ഇതിൽ കൂടെ പോകുമ്പോ ഈ ബാക്കിലാണ് ആയ കാരണം കാണാത്തല്ലേ? കണ്ടിരുന്നു. ഞാൻ പണിക്കോന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അത് ശ്രദ്ധിച്ചില്ല. അതെ. ഇപ്പൊ എന്താണ് അവിടെ നമ്മളെ വീഡിയോയില് നമ്മള് പേര് ഇംഗ്ലീഷ് ഇത് കാണിക്കുന്നത്? അത് യൂട്യൂബിന്റെ ഒരു ഇതാണ്. യൂട്യൂബിന്റെതാണ്. അത് കുറെ കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, പലയിടത്തും എത്താൻ വേണ്ടിട്ടാണ്. ചിലവർക്കൊക്കെ വരുന്നുണ്ട്, നമുക്ക് മാത്രല്ല. യൂട്യൂബറിനോട് പറയേണ്ട ഒരു ആവശ്യം മലയാളം ആക്കിയിട്ടെ. ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഇടുന്നില്ലല്ലോ, ഒന്നും കാണില്ലല്ലോ എന്ന്. അപ്പൊ യൂട്യൂബിനോട് പറയാനുള്ളത്, യൂട്യൂബറിന് നമ്മളാണോ നിങ്ങൾ എന്തായാലും പേരൊക്കെ മലയാളത്തിൽ മലയാളത്തിലാണ് എഴുതുന്നത്. പക്ഷെ വരുമ്പോ ഇംഗ്ലീഷ് ആയിട്ട് മാറുന്നത്. ഞങ്ങൾക്കേ ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല. അല്ല അറിയുന്ന ആൾക്കാർക്ക് ഇഷ്ടത്തില്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ മലയാളത്തിലാക്കുക. ഇനി ഇത്ര തന്നെ പറയാനുള്ളൂ. അപ്പൊ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഞങ്ങളിപ്പോ വല്ലാതെ വീഡിയോ ചെയ്യാത്ത ഒന്നാമത്തെ ഒരു മൂഡില്ല അല്ലെ? കണ്ടന്റും കിട്ടുന്നില്ല. പിന്നെ പറഞ്ഞാൽ ഞങ്ങള് എന്നിപ്പോ ഒരേ കണ്ടന്റ് ഇങ്ങനെ ഇടുമ്പോ നിങ്ങൾക്കൊരു വിഷമം, ഇത് ചടക്കൂലേ? അറിയാതെ കുഞ്ഞാപ്പ് വരികയാണ്. എനിക്ക് തന്നെ 2 പ്രാവശ്യം വന്നില്ലേ? അപ്പൊ അതാണ്. അല്ല ഇനി പോയിട്ട് വരുമോ? അവിടെ പോയിട്ട് ആലുപോലെ
എന്നാ ഇനി എന്നായിക്കോട്ടെ എന്നാ നോക്കാം ശരി ആ